ഹലോ, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ യാത്രയിലാണ്. വേറെ എവിടെയല്ല, ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട് ചിറ്റൂരാണ് ഉള്ളത്. അവിടുന്ന് കുറച്ച് ദൂരെയായിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റൽ. അത്താണി ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൂരമല്ല, എന്നാലും ദൂരമുണ്ട് നമ്മുടെ അവിടുന്ന്. അപ്പോൾ എന്തിനാ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച മുമ്പായിട്ട് എൻ്റെ കാലിൻ്റെ വിരലൊന്ന് വളഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഡ്രസ്സിങ് ടേബിൾ തട്ടിയിട്ട് ആസ് യൂഷ്വൽ പതുക്കെ നടന്നതാണ്. എങ്ങനെയാണ് ആ ഒരു ബോൺ ഫ്രാക്ചർ ആയതെന്ന് ഇപ്പോഴും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ രാവിലെ സമയമായിരുന്നു, ബെഡ് സ്പ്രെഡൊക്കെ ഒന്ന് നേരെയാക്കി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഡ്രസ്സിങ് ടേബിളിൻ്റെ ഓരത്തുകൂടെ പോയിക്കൊണ്ടിരിക്കേണ്ടായിരുന്നത്. അപ്പോൾ ആ പൊട്ടിയ സമയത്ത് വീട്ടിൽ അമ്മ ഒഴിച്ച് വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. വിജോട്ട ട്രിവാൻഡ്രം പോയിട്ടുണ്ടായിരുന്നു, മോൻ കോളേജിൽ പോയി, മോളും സ്കൂളിൽ പോയി. മുകളിലെ നിലയിലായിരുന്നു ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് അല്ലറി പൊളിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് അത്രയും പെയിനായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. അത്രയും വേദനയായിരുന്നു. നമുക്ക് കാല് ചെറുതായിട്ടൊന്ന് എവിടെയെങ്കിലും തട്ടിയാൽ തന്നെ ഭയങ്കര വേദനയാണല്ലോ. ഇതിപ്പോൾ ആ ഒരു ചെറുവിരലിൻ്റെ തൊട്ടടുത്ത വിരലിലാണ് ഇത് സംഭവിച്ചത്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പെയിനായിരുന്നു. മാത്രമല്ല കാല് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് വേദന. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഞാൻ കംപ്ലീറ്റ്ലി വിജോട്ടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. വിജോട്ട ആ സമയം നോക്കി അടുത്തുമില്ല. അതിൻ്റെ ഒരു വിഷമവും വേദനയും സങ്കടവും എല്ലാം കൂടെ ആയിട്ട് ഒരു പരുവത്തിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചൊരു വേദന ശമിച്ചപ്പോൾ പതുക്കെ ചാടി സ്റ്റെപ്സൊക്കെ ഇറങ്ങി ഒരു ഡ്രൈവറെയും വിളിച്ച് ഞാനും അമ്മയും കൂടെ ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്ത് വന്നിട്ട്, ഇതിപ്പോൾ 2nd വീക്കാണ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിരിക്കണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലായിരുന്നു കേട്ടോ. കഴിക്കുക കിടക്കുക അത് മാത്രമായിരുന്നു. പിന്നെ 3ാമത്തെ ദിവസമായപ്പോൾ പതുക്കെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 1ാമത് ആ സമയം വിജോട്ട ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കുട്ടികൾക്കൊക്കെ സ്കൂളിലും കോളേജിലും പോകണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുക വേണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കിടന്നാൽ ശരിയാവില്ല. അപ്പോൾ 1 കൂടുതൽ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാലും ഒന്നും ചെയ്യാതെ കിടക്കുക എന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മാത്രമല്ല കാല് ചെരിച്ച് വെച്ച് എനിക്ക് നടക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജായിരുന്നു. മാത്രമല്ല വേദനയും നല്ല കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഡോക്ടറെ കണ്ട് വീണ്ടും ഡ്രസ്സ് ചെയ്ത് ഞാൻ റിസപ്ഷനിൽ ഇരിക്കുകയാണ്. വിജോട്ട ബാൻഡേജ് വാങ്ങാൻ പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് മെഡിസിനും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഒരു ചായ കുടിച്ചാലോ തോന്നി ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീനിലേക്ക് പോവുകയാണ്. അവിടെ പോയപ്പോൾ ചായ കുടിക്കാനാണ് പോയത്. പക്ഷേ പരിപ്പുവടിയും പഴംപൊരിയും കണ്ടപ്പോൾ ഒരു കൊതി തോന്നി, കഴിച്ചാലോ എന്ന്. അങ്ങനെ വാങ്ങി കഴിച്ചു. വിജോട്ടയും മോനും ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെത്ര വീട്ടിലുണ്ടാക്കണമെന്ന് പറഞ്ഞാലും പുറത്തിങ്ങനെ കാണുന്ന സമയത്ത് കഴിക്കാൻ തോന്നും കേട്ടോ, ചില സമയമൊക്കെ, എപ്പോഴും ഇല്ല. അപ്പോൾ ചായയും കുടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ ഇനി അടുത്ത് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും റിവ്യൂവിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചിരുന്നു, ഡ്രസ്സിങ് ടേബിൾ തട്ടിയിട്ട് എൻ്റെ കാൽവിരൽ പൊട്ടണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞിരുന്നു, അവർ ഡയറ്റീഷ്യനാണ്, അവർ പറഞ്ഞിരുന്നു ബോൺ ഡെൻസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതായിരിക്കില്ല, കാരണം വിറ്റാമിൻ ഡി ചെക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് 9 ആണ് റിസൾട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന്. അപ്പോൾ അതിന് മെഡിസിൻ എടുക്കണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പക്ഷേ ആഴ്ചയിൽ ഒരു ടാബ്ലറ്റ് വീതം എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ വിറ്റാമിൻ ഡിയുടെ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ടൊരു കൺസൾട്ടൻറ്റിനെ കണ്ട് മെഡിസിൻ കഴിക്കുക. അപ്പോൾ ഞങ്ങൾ ഇടയിൽ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയിട്ട് കുളിച്ചു വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോണത് കൊണ്ട് രാവിലെ ഇന്ന് കുളിച്ചില്ല. കാരണം അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ ഇതിലൊക്കെ കിടക്കണമല്ലോ. പിന്നെ എനിക്കത് പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ എനിക്ക് ത്രൂ ഔട്ട് അങ്ങനെ ഇരിക്കണത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കുളിക്കാതിരുന്നത്. രാവിലെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുളിച്ചു വന്നു. നേരെ ഇപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞ് കാണും. അപ്പോൾ സംഭവം കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണ് കാല് തട്ടിയത് എന്നുള്ളത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ് ടേബിളാണ് എന്നെ ഈ ഒരു പരുവത്തിലാക്കിയത്. പക്ഷേ എനിക്ക് കുറ്റം പറയാൻ തോന്നുന്നില്ല കേട്ടോ, അതൊക്കെ നമ്മുടെ സമയം. ഡ്രസ്സിങ് ടേബിളിനെ പഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനതാ ഈ ഒരു ബെഡ് സ്പ്രെഡ് വിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്നു പോയി ഈ ഒരു സ്പേസിലേക്ക് നിന്ന് ഞാൻ ഇവിടേക്ക് ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അന്ന് വന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് എത്രത്തോളം സ്പീഡിൽ നടക്കാൻ പറ്റും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ പതുക്കെയാണ് നടന്നു വന്നത്, പക്ഷെ കാല് എങ്ങനെയാണ് അതിൽ വിരൽ കുടുങ്ങിയതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും രാത്രി കിടന്ന ബെഡിൽ തന്നെ വീണ്ടും പകൽ ഉച്ച നേരത്തൊക്കെ ഒരു നേരം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കണത് എനിക്കിഷ്ടമല്ല രാത്രി കിടന്നതിൽ. അപ്പോൾ ഞാൻ എപ്പോഴും അതിങ്ങനെ രാത്രി കിടക്കണ ആ ബെഡിൻ്റെ മുകളിൽ അത് പക്കായിട്ട് വിരിച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ബെഡ് സ്പ്രെഡ് വിരിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ പില്ലോയിലും അതെ, പില്ലോയിൽ നമ്മൾ മറ്റേ പില്ലോ അകത്തുണ്ടാവും, അതിൻ്റെ മുകളിൽ ഈ ഒരു പില്ലോ ഇടും. അപ്പോൾ രാത്രി കിടക്കണ സമയത്ത് ഇത് രണ്ടും റിമൂവ് ചെയ്തിട്ട് ഈ പില്ലോയിലെ 2 കവറും റിമൂവ് ചെയ്യും, അതുപോലെ ബെഡ് സ്പ്രെഡും റിമൂവ് ചെയ്തിട്ടാണ് രാത്രി കിടക്കുക. അപ്പോൾ അത് എനിക്ക് ഈ ഒരു രീതി എനിക്ക് അറിയാൻ പറ്റിയത് എൻ്റെ വീട്ടിൽ അമ്മയൊന്നും ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം ഈ ഒരു സംഭവം എനിക്ക് അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വിജോട്ടർ അമ്മ ചെയ്യണ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പഠിച്ചത് കേട്ടോ, കണ്ടുപിടിച്ചത്. അപ്പം അമ്മ ഇങ്ങനെയായിരുന്നു, രാത്രി കിടന്ന് ഒരു ബെഡിൻ്റെ മുകളിൽ ബെഡ് സ്പ്രെഡ് വിരിച്ചിട്ട് പകൽ കിടക്കാൻ, രാത്രി അത് മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. കാരണം നമ്മൾ വൈകുന്നേരം ഒരു നേരം നമുക്ക് മേൽ കഴുകാനൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ബെഡ് സ്പ്രെഡിൽ നമ്മൾ കിടക്കണ കൊണ്ട് കൈകാല് മുഖം കഴുകിയിട്ട് വിളക്ക് കൊളുത്താൻ പറ്റും. ഇപ്പം രാത്രി കിടന്ന ആ വിഴുപ്പ് എന്നുള്ളതാണ് നമ്മൾ ഇതിനെ പറയുക. വിഴുപ്പിൽ തന്നെ കിടന്നിട്ട് പിന്നെ വിളക്ക് കൊളുത്തുക എന്നൊക്കെ പറയണ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൊതുവേ രാത്രി കിടന്നതിൽ വീണ്ടും പകൽ നേരം കിടക്കണത് ഇഷ്ടമല്ല കേട്ടോ, പൊതുവേ അമ്മയ്ക്ക് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഇത് സംഭവിച്ചത്, ഈ ഒരു ബെഡ് സ്പ്രെഡ് ഇടണതിൻ്റെ ഇടയിൽ. അപ്പോൾ നിങ്ങളിങ്ങനെ എത്ര പേര് ബെഡ് സ്പ്രെഡൊക്കെ പകൽ വിരിച്ചിടാറുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയെടുത്ത് പലരും ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലീനായിട്ട് വൃത്തിയായിട്ട് ഒരു ബെഡ് സ്പ്രെഡ് പകൽ നേരത്ത് വിരിച്ചിടുകയാണെങ്കിൽ കാണുമ്പോഴും നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് പഴംപൊരിയും വടയും ചായയൊക്കെ കഴിച്ച കാരണം ഒട്ടും വിശപ്പില്ല കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ തെറ്റിപ്പോയി എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ റൊട്ടീനും തെറ്റും. അപ്പോൾ ഇനി വേണം, വിശന്നാലും ഇല്ലെങ്കിലും ആ ഒരു സമയത്ത് 3 മണി ക്രോസ് ചെയ്യരുതല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ഉണ്ടാട്ടോ. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കിയിരിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇന്നത്തെ ലഞ്ചിന് കുട്ടികളുടെ ലഞ്ച് ബോക്സ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, സമയക്കുറവ് കാരണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ ഞാൻ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ്, വാഴയ്ക്ക പുളിങ്കറി, ചെറുപയർ മെഴുക്കുവരട്ടി, വറുത്തരയ്ക്കാത്ത തേങ്ങാ ചമ്മന്തി. ഇതിൽ ഞാൻ പുളിങ്കറി ഇട്ടിട്ടുണ്ട്. പുളിങ്കറിയിൽ കഷ്ണം മാത്രം വ്യത്യാസമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. വാഴയ്ക്കയ്ക്ക് പകരം മുരിങ്ങക്ക പുളിങ്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സെയിം തന്നെയാണ് കേട്ടോ ബാക്കിയെല്ലാം. പിന്നെ ചെറുപയർ മെഴുക്കുവരട്ടിയുടെ ഇട്ടിട്ടുണ്ട്, വറുത്തരച്ച തേങ്ങാ ചമ്മന്തി ഇട്ടിട്ടുണ്ട്. വറുത്തരയ്ക്കാത്ത ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇല്ലെങ്കിൽ ഞാനതും റെസിപ്പിയായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് 2 ബോക്സ് വന്നത്, അൺബോക്സ് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാമെന്ന്. 2 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആട്ടോ. 2ഉം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഒന്ന് വന്നിട്ട് ഒരു ഓർഗനൈസറാണ്, ഷെൽഫ് ഓർഗനൈസറാണ്. ഇത് ഞാൻ ആക്ച്വലി എൻ്റെ കിച്ചണിൽ ഈ സവാള അതുപോലെ ഉരുളക്കിഴങ്ങ് തേങ്ങയൊക്കെ വെക്കാനായിട്ട് വേണ്ടി വാങ്ങിയതാട്ടോ ഈ ഒരു സ്റ്റാൻഡ്. ഇതല്ലാതെ ഇത് ബെഡ്റൂംസിൽ യൂസ് ചെയ്യാം. പല ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിന്. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. കുറേ കാലങ്ങളായി ഞാനിത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബാസ്ക്കറ്റ് ഉണ്ടല്ലോ,
ഇത് 20 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് അധികം ആവണതിന് മുമ്പ് വഴിയോരത്തിൽ കണ്ടിട്ട് അങ്ങനെ വാങ്ങിയതാട്ടോ. പിന്നെ ഇതിന് ശേഷം എനിക്കിത് എന്താണെന്നറിയില്ല, ഞാൻ മാറ്റിയില്ല. എന്താ റീസൺ എന്നൊന്നും അറിയില്ല. എപ്പോഴും മാറ്റണം എന്ന് വിചാരിക്കും, പിന്നെ അത് അവിടെ തന്നെ വെക്കും. എന്താ കണ്ടില്ലേ, നമുക്ക് ഇവിടുത്തെ ആ ഒരു ഡോറ് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ വീലില്ലാത്തത് കൊണ്ട് ഇങ്ങനെ നീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് ഒരു ഡാമേജും ഇപ്പോഴും വന്നിട്ടില്ല കേട്ടോ. എന്നാലും ഒന്ന് മാറ്റാലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിന് വീലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ അതുപോലെ നീക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. സൈഡിൽ വയ്ക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക, എങ്ങനെ വേണമെങ്കിലും വയ്ക്കുക. അപ്പോൾ അത് നമുക്ക് ഈ ഡോറൊക്കെ തുറക്കണ സമയത്ത് പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇപ്പോൾ ഇട്ടിരിക്കണത് കേട്ടോ. ഷെൽഫ് ലൈനേഴ്സൊക്കെ വാങ്ങി പിന്നീട് ഇത് നല്ല സെറ്റാക്കി എടുക്കണം. അപ്പോൾ തൽക്കാലം എന്താ സവാള, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അത് ഉരുളക്കിഴങ്ങ്, തേങ്ങ, കൂർക്ക ഒക്കെ അതിലാണ് വെച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അധികം വിലയൊന്നുമില്ല കേട്ടോ, ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെ. ഈ പ്രൈസിന് നല്ല വർത്തുമാണ് കേട്ടോ. കാരണം നല്ല മോശമില്ലാത്ത പ്ലാസ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നമുക്കിനി അടുത്ത ഒരു ബോക്സ് തുറക്കാം. അപ്പോൾ അതെന്താ കണ്ടേ, ഏകദേശം പിടികെട്ടി കാണും അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിച്ച തന്നെ. അപ്പോൾ ഇതൊരു ട്രൈപോഡാണ്, കൊഡാക്കിൻ്റെ T211 ട്രൈപോഡാണ്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ട്രൈപോഡൊന്നും ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. സെൽഫി സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതൊന്ന് വാങ്ങിയത്. വാങ്ങുമ്പോൾ നല്ലതായിട്ട് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ ആദ്യത്തെ ട്രൈപോഡ് വന്നിട്ട് ഒക്ടോബസ് ട്രൈപോഡായിരുന്നു. അത് ഒരു 3-4 വർഷം മുമ്പായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു ട്രൈപോഡ് വാങ്ങി. അത് രണ്ടും കുറച്ച് നാൾ നിന്നു കേട്ടോ. പിന്നെ അതിന് മൂന്നാമത് വാങ്ങിയതാണ് സെൽഫി സ്റ്റിക്ക്. അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് 4ാമത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ്, നമുക്ക് 5 കിലോ വെയിറ്റ് വരെ ഇതിൽ കപ്പാസിറ്റി പിടിക്കുന്നതാണ് പറയണത്. മാത്രമല്ല നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കാലുകളും നല്ല ബലമുള്ളതായിട്ടാണ് തോന്നിയത്. ഇതിനു മുമ്പ് ഞാൻ വാങ്ങിയത് അത്ര എനിക്ക് ബലമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ട്രൈപോഡ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ട്രൈപോഡ് ഒരേപോലെ ക്യാമറയ്ക്കും മൊബൈലിനും സെറ്റാവും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാനൊന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ വ്ളോഗിങ്ങിൽ എക്സ്പേർട്ടല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണു, എഡിറ്റ് ചെയ്യണു, ഇടണു, അത്രമാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വ്ളോഗ്സും റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.